In this video, we are going to learn about core IoT functional stack. So, when we learned the simplified IoT architecture, that is this, we have studied that the simplified IoT architecture has got two parallel stacks in it. Okay, two parallel stacks in this. And the first one is called core IoT functional stack, and second one is called data management and compute stack. So this is actually the two stacks of IoT. So in this video, we are going to study about the core IoT functional stack, this stack. Okay, so that is what we are going to study in this video. And the core IoT functional stack has got three primary building blocks of IoT. Okay, മൂന്ന് ബിൽഡിംഗ് ബ്ലോക്സ് IoTയുടെ മൂന്ന് ബിൽഡിംഗ് ബ്ലോക്സിനെ കുറിച്ചാണ് നമ്മൾ കോർ IoT ഫങ്ഷൻ സ്റ്റാക്കിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ദ തിങ്സ് ലെയർ. Okay, things layer, and then it is the network layer, and then we have the application layer. Okay, so things layer, network layer, and application layer. These are the three layers of IoT core IoT function stack. Okay, of the simplified IoT architecture. So first, let's go and study about the first layer, that is called the things layer. Okay. So things layer, as the name suggests, it is talking about the things in IoT. IoTയിലെ തിങ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെൻഷനിങ് ദി സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. സെൻസേഴ്സിനെയും ആക്ച്വേറ്റേഴ്സിനെയും കുറിച്ചാണ് നമ്മുടെ തിങ്സ് ലെയറിൽ പറയുന്നത്. അതായത് സാധനങ്ങൾ, അതായത് സ്മാർട്ട് ഡിവൈസസ് ഓർ സെൻസേഴ്സ് ഓർ ആക്ച്വേറ്റേഴ്സ്, ഇതാണ് തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെറ്റ്വർക്ക് ലെയറിനകത്ത് നമ്മൾ പറയുന്നത് ഈ തിങ്സിനെയൊക്കെ വെറുതെ ഡിപ്ലോയ് ചെയ്താൽ മാത്രം പോരാ, ഈ തിങ്സിനെയൊക്കെ കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. സോ വി ഹാവ് ടു ഫോം എ നെറ്റ്വർക്ക്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ നെറ്റ്വർക്ക് ലെയർ. ആൻഡ് ദെൻ വി ഹാവ് ദി ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിനകത്ത് നമ്മൾ പറയുന്നത് വി ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് കൺട്രോൾ ആപ്ലിക്കേഷൻസ് ആൻഡ് അനലിറ്റിക്കൽ ആപ്ലിക്കേഷൻസ്. അതായത് ഈ IoTയിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് പറയുന്നത്. So that are the three layers of IoT. Three layers of IoT architecture of this core IoT function stack. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലേയേഴ്സ് എന്ന് പറയുന്നത് തിങ്സ് ആണ്. ഓക്കെ, തിങ്സ് കൺസിസ്റ്റ് ഓഫ് ദ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ആൻഡ് ദ സ്മാർട്ട് ഒബ്ജക്ട്സ് ഇൻ IoT. അപ്പോൾ നമ്മൾ ഈ തിങ്സിനെ അനലൈസ് ചെയ്യുന്നതിന് മെയിനായിട്ട് 6 ക്രൈറ്റീരിയാസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാനായിട്ട് PMFDRO എന്ന് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് പവർ. അതായത് ഈ നമ്മുടെ സ്മാർട്ട് ഡിവൈസിന് അല്ലെങ്കിൽ സെൻസറിന് എങ്ങനെയാണ് പവർ കിട്ടുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ബാറ്ററി പവേർഡ് അല്ലെങ്കിൽ കണക്റ്റഡ്. ബാറ്ററി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് പവർ കിട്ടുന്നു, ഓർ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ്. സെക്കൻഡ് വൺ ഈസ് കോൾഡ് മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്, സ്റ്റാറ്റിക് ആൻഡ് മൊബൈൽ. രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ദ തേർഡ് വൺ ഈസ് കോൾഡ് ദി ഫ്രീക്വൻസി. സോ അതായത് എത്ര റിപ്പോർട്ടിംഗ് ഫ്രീക്വൻസിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് അടുപ്പിച്ചടുപ്പിച്ചാണോ, അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലാണോ, അല്ലെങ്കിൽ ദൂരെയാണോ. സോ ഇറ്റ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്, ലോ ആൻഡ് ഹൈ റിപ്പോർട്ടിംഗ് ഫ്രീക്വൻസി. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് നെക്സ്റ്റ് ഈസ് കോൾഡ് ഡേറ്റ. അതായത് ഡേറ്റയുടെ സൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡേറ്റയുടെ സൈസ് വെച്ചിട്ട് യു ക്യാൻ ഡിവൈഡഡ് ഇൻ ടു സിമ്പിൾ ഡേറ്റ, സിമ്പിൾ ഓർ റിച്ച്. അതായത് ഡേറ്റ സൈസ് കുറവാണെങ്കിൽ വി കോൾ ഇറ്റ് എ സിമ്പിൾ, ഓർ റിച്ച് ഡേറ്റ. അതായത് ഒരുപാടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് എസ് റിച്ച് ഡേറ്റ. നെക്സ്റ്റ് ഈസ് റേഞ്ച്. അതായത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ ഗേറ്റ് വേ ഇസ് ലൊക്കേറ്റഡ്. നമുക്ക് ഈ ഒരു സെൻസേഴ്സിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ട് വി ആർ സെൻഡിങ് ഇറ്റ് ടു എ ഗേറ്റ് വേ. അപ്പോൾ ഇതിൻ്റെ ഒരു ദൂരപരിധി എത്രയാണ് എന്നുള്ളതാണ് we call it as range. So it can be of 2 types, short range അല്ലെങ്കിൽ long range. Short range 3 types, medium range and long range. Okay, നെക്സ്റ്റ് വൺ അടുത്തതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡെൻസിറ്റി. അതായത് ഒരു ഏരിയയിൽ എത്ര ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഡിപ്ലോയിഡ്.
ഇൻ ആൻ ഏരിയ. അതാണ് ഒബ്ജക്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു ഏരിയയിൽ എത്ര ഒബ്ജക്ട്സിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ലെയർ ഓഫ് കോർ IoT ഫങ്ഷണൽ സ്റ്റാക്ക്, ദാറ്റ് ഈസ് കോൾഡ് ദ തിങ്സ് ലെയർ. നെക്സ്റ്റ് ലെയർ വി ഹാവ് ഗോട്ട് ദി നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി കണക്റ്റിംഗ് ദ തിങ്സ് ഇൻ IoTയിലെ സാധനങ്ങളെ അല്ലെങ്കിൽ സെൻസേഴ്സിനെ ആക്ച്വേറ്റേഴ്സിനൊക്കെ നമ്മൾ കണക്റ്റ് ചെയ്യുകയാണ് ഏത് നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിന് മെയിനായിട്ട് 4 സബ് ലെയേഴ്സും കൂടെയുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആക്സസ് നെറ്റ്വർക്ക് sublayer. Access network sublayer. Then we have gateways and backholes. Then we have network transport sublayer. Then we have got network management sublayer. സോ ഈ 4 സബ് ലെയേഴ്സാണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിനകത്ത് ഉള്ളത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ആക്സസ് നെറ്റ്വർക്ക് സബ് ലെയർ. വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദി ആക്സസ് നെറ്റ്വർക്ക് സബ് ലെയർ. ആക്സസ് നെറ്റ്വർക്ക് സബ് ലെയറിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദി ആക്സസ്, ദി നെറ്റ്വർക്ക് ആക്സസ്. അതായത് ഇതിൽ നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് range of the device അല്ലെങ്കിൽ range of the network protocol that we use, range. സെക്കൻഡ് വൺ ഇസ് ദി ടോപ്പോളജി. അതായത് ഈ പറയുന്ന ഈ ഡിവൈസസിനെയൊക്കെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ രണ്ടാമത് സംസാരിക്കുന്നത്, ടോപ്പോളജി. സോ ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ റേഞ്ച്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് റേഞ്ച്. റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരത്തേക്കുള്ളതാണ് നമ്മൾ റേഞ്ച്, എത്ര ദൂരത്തേക്ക് വരെ നമുക്ക് ഈ നോഡ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ ആക്ച്വലി റേഞ്ച് എസ്റ്റിമേറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ബൈ കാറ്റഗറി നെയിംസ്. ഓക്കെ, സോ നമ്മൾ ഈ റേഞ്ചിനെ നമ്മൾ മെയിനായിട്ട് 5 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. സോ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് NAN. The first group is called PAN or Personal Area Network. Okay, PAN എന്ന് പറയുന്നത് it is actually of the range a few meters. ഒരു ഫ്യൂ ചില 1 തൊട്ട് 10 മീറ്റർ ദൂരത്തിലുള്ള നെറ്റ്വർക്ക്സിനെ നമ്മൾ പറയുന്നതാണ് പാൻ എന്ന് പറയുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടെക്നോളജി എന്ന് പറയുന്നത് വി യൂസ് ബ്ലൂടൂത്ത്. വയർലെസ് ടെക്നോളജി ബ്ലൂടൂത്താണ്. നമ്മൾ വയർ ടെക്നോളജീസ് അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ നമ്മൾ ഈതർനെറ്റും ഉപയോഗിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോൾഡ്, ദാറ്റ് ഈസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് ഈസ് കോൾഡ് HAN ഓർ ഹോം ഏരിയ നെറ്റ്വർക്ക്. ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വി ഹാവ് എ ഫ്യൂ ടെൻസ് ഓഫ് മീറ്റർ, അതായത് 10-20 മീറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, so we have the common wireless technologies as Zigbee is a wireless technology that we use. Then there is Bluetooth low energy അല്ലെങ്കിൽ BLE. that is what Bluetooth low energy. അതായത് 1 തൊട്ട് ഒരു 10-20-30 മീറ്റേഴ്സിനകത്ത് ഉള്ളതാണ് നമ്മൾ ഈ പറയുന്ന HAN അല്ലെങ്കിൽ ഹോം ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് NAN അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഏരിയ നെറ്റ്വർക്ക്. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഫ്യൂ 100 മീറ്റേഴ്സ്, ഒരു 100-200 മീറ്റേഴ്സൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് HANs. ഒരു ഹൗസ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു ഗ്രൂപ്പാണ്. പല ഹൗസ് ഏരിയ നെറ്റ്വർക്ക്സ് ചേരുന്ന ഒരെണ്ണമാണ് NAN അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോൾഡ് FAN ഓർ ഫീൽഡ് ഏരിയ നെറ്റ്വർക്ക്. Okay, it is actually having the scale from tens of meters to several hundred meters. അതായത് ഒരു 500, 600, 700 അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ദി റേഞ്ച്. ഒരു വലിയൊരു റേഞ്ച് ഉണ്ടാവും. ഇറ്റ് ഹാസ് എ വൈഡ് റേഞ്ച് ലൈക്ക് 500 meters, 600 meters ഒക്കെ വരുന്ന ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് ഈസ് സംടൈംസ് വ്യൂഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് നാൻസിൻ്റെ അത് നെയ്ബർഹുഡ് ഏരിയ നെറ്റ്വർക്ക്സിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഇതിനെ കരുതുന്നത്. നെക്സ്റ്റ് ഈസ് കോൾഡ് LAN ഓർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്.
Okay, local area network we have a scale up to scale of greater than up to 1 kilometer. Okay, 1 kilometer. Okay, we have some ഒരു കിലോമീറ്ററിൽ താഴെയായിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി കോമൺ ടേം ഇൻ നെറ്റ്വർക്കിംഗ്. നമ്മൾ ഇതിനു മുമ്പ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലൊക്കെ ലാനിനെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ വി ഹാവ് അതർ നെറ്റ്വർക്കിംഗ് ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് മാൻ, metropolitan area network or wide area networks. So they actually extend for more than 1 kilometers or a few kilometers ഒക്കെ ഉള്ളതാണ് ഈ പറയുന്ന മാനും വാനും എന്ന്. പക്ഷേ IoTയിൽ നമ്മൾ സാധാരണ അത്തരം ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓർ പേഴ്സണൽ ഏരിയ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചൊന്നും നമ്മൾ സാധാരണ സംസാരിക്കാറില്ല. വി ആക്ച്വലി ടോക്ക് അബൌട്ട് അൺടിൽ ലാൻ. സോ അതാണ് നമ്മൾ പറഞ്ഞേക്കുന്ന ഡിഫറെൻറ്റ് റേഞ്ചസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. വി ഹാവ് പാൻ, ഹാൻ, നാൻ, ഫാൻ ആൻഡ് ലാൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ആക്സസ് നെറ്റ്വർക്ക് ലെയറിനകത്തുള്ള റേഞ്ച്. ഇനി രണ്ടാമത്തെ കാര്യം ആക്സസ് നെറ്റ്വർക്ക് ലെയർ സംസാരിക്കുന്നത് ടോപ്പോളജിയെക്കുറിച്ചാണ്. ടോക്കിംഗ് അബൌട്ട് ടോപ്പോളജി. സോ ടോപ്പോളജിക്കകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നെറ്റ്വർക്ക് നോഡ്സിനെയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന തിങ്സിനെയൊക്കെ ഏത് ഫോമിൽ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദർ ഈസ് മെയിൻലി 2 types of topologies. It's called point to point topology and there is point to multi-point topology. 2 തരം മെയിനായിട്ടുള്ള ആണ് പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജിയും പോയിന്റ് ടു മൾട്ടി പോയിന്റ് ടോപ്പോളജി. ഓക്കെ, ഇതിൽ പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജിക്കകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിനെ, അതായത് ഒരു നോഡ് മറ്റൊരു നോഡുമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ ആക്ച്വലി ദ കൈൻഡ് ഓഫ് സ്ട്രിക്റ്റസ്റ്റ്. ദേ ആർ ആക്ച്വലി വെരി സ്ട്രിക്റ്റ്. ഓക്കെ, സ്ട്രിക്റ്റസ്റ്റ് സെൻസ് ഇൻ ഫോർ IoT ആക്സസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് അൺകോമൺ. ഇത് അത്ര കോമൺ അല്ല, പക്ഷേ വി സ്റ്റിൽ യൂസ് ഇറ്റ്. ഓക്കെ, സോ ഈച്ച് ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈച്ച് ഒബ്ജക്റ്റ് ആക്ച്വലി എസ്റ്റാബ്ലിഷ് എ സെഷൻ വിത്ത് ദ ഗേറ്റ് വേ. ഒരു ഇൻഡിവിജ്വൽ സെഷനാണ് ചെയ്യുന്നത്. സോ യു ക്യാൻ കോൾ ഇറ്റ് എസ് എ പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് കോൾഡ് പോയിന്റ് ടു മൾട്ടി പോയിന്റ് ടോപ്പോളജി. അതായത് ഒരു പോയിന്റിൽ നിന്നും മൾട്ടിപ്പിൾ പോയിന്റ്സിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് ടു മൾട്ടി പോയിന്റ് ടോപ്പോളജി. സോ ദീസ് ടോപ്പോളജീസ് അലോ വൺ പോയിന്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മോർ ദാൻ വൺ പോയിന്റ്. ഒന്നിലധികം പോയിൻറ്റ്സുമായിട്ട് നമുക്ക് പോയിന്റ് ടു മൾട്ടി പോയിന്റ് ടോപ്പോളജിക്കകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി വി യൂസ് വെരി മച്ച് ഇൻ IoT. ഓക്കെ, ഇനി വി ആർ ടോക്കിംഗ് അബൌട്ട് ടോപ്പോളജീസ്, റൈറ്റ്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടോപ്പോളജീസ്? വാട്ട് ആർ ദ ഫാഷൻസ് ഇൻ വിച്ച് വി കണക്ട്? അതാണല്ലോ നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. വി ഹാവ് മെയിൻലി 3 ടോപ്പോളജീസ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ടൈപ്സ് ഓഫ് ടോപ്പോളജി. വി ആർ ടോക്കിംഗ് അബൌട്ട് റിയൽ ടോപ്പോളജി. 3 ടോപ്പോളജീസ് ഉണ്ട്. സ്റ്റാർ, ദെൻ വി ഹാവ് എ ക്ലസ്റ്റേർഡ് സ്റ്റാർ ആൻഡ് വി ഹാവ് എ മെഷ് ടോപ്പോളജി. ഓക്കെ, നമ്മൾ ടോപ്പോളജിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 നോഡ്സിനെ കുറിച്ച് പറയണം. സോ ഈ നോഡ്സിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് IoTയിലുള്ള നോഡ്സിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. RFD അല്ലെങ്കിൽ റിഡ്യൂസ്ഡ് ഫങ്ഷൻ നോഡും ഫുൾ FFD അല്ലെങ്കിൽ ഫുൾ ഫങ്ഷൻ ഡിവൈസസ്. റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസ് അല്ലെങ്കിൽ ഫുൾ ഫങ്ഷൻ ഡിവൈസസ്. റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസിന് മറ്റൊരു റെഡ്യൂസ് ഫങ്ഷൻ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇറ്റ് കനോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ RFD. മറ്റൊരു RFDയുമായിട്ട് ഒരു RFDക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഫുൾ ഫങ്ഷൻ ഡിവൈസിന് മറ്റൊരു RFD ആയിട്ടും സംസാരിക്കാം, ഒരു FFD ആയിട്ടും സംസാരിക്കാം. സോ ദാറ്റ് ഈസ് കോൾഡ് ഫുൾ ഫങ്ഷൻ ഡിവൈസ്. ഓക്കെ, റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസിന് FFD ആയിട്ട് മാത്രമേ ഒരൊറ്റ FFD ആയിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റ 2 FFD ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ FFD ആയിട്ട് മാത്രമേ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് കനോട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ RFD. ഒരു RFDക്ക് മറ്റൊരു RFDയായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇഫ് ഇറ്റ് വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് യൂസ് അനദർ ഫുൾ ഫങ്ഷൻ ഡിവൈസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വി ഇംപ്ലിമെൻറ്റ് ടോപ്പോളജീസ്. ദ ഫസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിക്കകത്ത് നടുക്ക് ഒരു
full function device കാണും, and it will be connected to several reduced function devices. ഓക്കെ, ഒരു പല പല റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് എ സ്റ്റാർ ടോപ്പോളജി. ക്ലസ്റ്റേർഡ് സ്റ്റാർ ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലസ്റ്റേർഡ് സ്റ്റാർ ടോപ്പോളജിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലസ്റ്റേർഡ് സ്റ്റാർ ടോപ്പോളജിയിൽ നമ്മൾ ഓരോരോ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റാർസിൻ്റെ തന്നെ ഒരു കളക്ഷൻ. സോ അത് ഏകദേശം ഇങ്ങനെ വരും. സോ ഇഫ് ദിസ് ഇസ് എ ഫുൾ ഫങ്ഷൻ ഡിവൈസ് ആൻഡ് വി ഹാവ് കണക്ഷൻസ് ഹിയർ ആൻഡ് ദിസ് വിൽ ബി കണക്റ്റഡ് ടു അനദർ ഫുൾ ഫങ്ഷൻ ഡിവൈസ് ആൻഡ് വിറ്റ് വിൽ ഹാവ് പല പല റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസ് ഉണ്ടാവും. എന്നിട്ട് അത് അടുത്തൊരു ഫുൾ ഫങ്ഷൻ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് അത് അടുത്തൊരു ഫുൾ ഫങ്ഷൻ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ എ സ്റ്റാർ ആർക്കിടെക്ചർ ഓർ ക്ലസ്റ്റേർഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് പല പല ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ക്ലസ്റ്റേർഡ് സ്റ്റാർ ആർക്കിടെക്ചർ. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്റ്റാർ ആർക്കിടെക്ചറിൻ്റെ ഒരു എന്തോ എൻ്റെ പേര് ഒരു ഇച്ചിരി കൂടെ ഒരു വലിയ ഒരു ഫോമാണ്. ഓക്കെ, റൈറ്റ്. അപ്പം ഇതിനകത്ത് നോക്കാം. അപ്പം ഇതാണ് ഒരു ക്ലസ്റ്റേർഡ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം മെഷ് ടോപ്പോളജിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്ക്, ഈ ഒരു നോഡിൽ നിന്ന് ഈ ഒരു നോഡിലേക്ക്, അതായത് ഈ ഒരു നോഡിൽ നിന്ന് ഈ ഒരു നോഡിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഈ നോഡിൽ ചെന്നിട്ട് ഇങ്ങനെ വേണം എത്താം. ഓക്കെ, ഇതാണ് സ്റ്റാർ ടോപ്പോളജി. ഇനി മെഷ് ടോപ്പോളജിക്കകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം പാർട്സ് ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ഫുൾ ഫങ്ഷൻ ഡിവൈസ്, ഇതിൻ്റെ ചുറ്റും റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസ് ഉണ്ടാകും. വിൽ ബി കണക്റ്റിംഗ് ദിസ് ടു അനദർ ഡിവൈസ്. ഓക്കെ, അതിൻ്റെ ചുറ്റും മറ്റ് ഡിവൈസസ് ഉണ്ടാവും. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ അടുത്തൊരു നോഡിലേക്ക് പോയി. ഓക്കെ, ഇതിന് ചുറ്റും RFDs ഉണ്ടാവും. ഇവിടെ ഇങ്ങനൊരു കണക്ഷൻ. Okay, and then you can connect it to over here, and then you can connect it to over here, and then ചിലപ്പോൾ ദാണ്ടെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ കാണും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് എ റെഡ്യൂസ്ഡ് ഫങ്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് എ മെഷ് ടോപ്പോളജി. ഈ മെഷ് ടോപ്പോളജിക്ക് ചുറ്റും RFDs ഉണ്ടാവും. ഒരു ഫുൾ ഫങ്ഷൻ ഡിവൈസിന് ചുറ്റും റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസ് ഉണ്ടാവും. പക്ഷേ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു നോഡിൽ എത്തിച്ചേരാൻ, ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് എത്തിച്ചേരാൻ ഒന്നിലധികം പാർട്സ് ഉണ്ടാവും, പാർട്സ് അവൈലബിൾ ആയിരിക്കും. ഇതിലൊരു പാത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെഷ് ടോപ്പോളജിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ കയ്യിൽ ഈ ഒരു നോഡ് ബ്രേക്ക് ആയിപ്പോയി, പക്ഷേ അപ്പോൾ എന്താണ്ട് ഈ ഒരു നോഡിലേക്കുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത് ബ്രേക്ക് ആവുന്നില്ല. ഈ നോഡിലേക്ക് നമുക്ക് ഇനിയും സംസാരിക്കാം. ഓക്കെ, ഈ പറയുന്ന ഈ ഒരു നോഡിലേക്ക് നമുക്ക് ഇനിയും സംസാരിക്കാം. കാരണം എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് ഈ നോഡിൽ നിന്നാണ് ഈ നോഡിലേക്ക് സംസാരിക്കേണ്ടത് എങ്കിൽ നമ്മൾ എങ്ങനെ പോകും? നമുക്കാണ്ട് ഇങ്ങനെ പോവാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാം. സോ അതായത് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് പാത്ത് ബ്രേക്ക് ആയാലും സാരമില്ല, നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. സോ അതാണ് മെഷ് ടോപ്പോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Okay, that is the advantage of mesh topology. Okay. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ that is the access network sublayer. Now രണ്ടാമത്തെ sublayer എന്ന് പറയുന്നത് it is the gateway and backhaul network. അതായത് നമ്മളുടെ നോഡ്സ് അല്ലെങ്കിൽ സെൻസേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെൻസേഴ്സ് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു സെൻട്രൽ ഹബിലോട്ട്, ഇപ്പോൾ സെൻസേഴ്സ് ഡേറ്റ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ സെൻഡ് ടു എ സെൻറ്റർ ഹബ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഈ ഡേറ്റയെ സെൻഡ് ചെയ്യും. ഓക്കെ, ഈ സെൻട്രൽ സ്റ്റേഷൻ ഏതെങ്കിലും ദൂര സ്ഥലത്തായിരിക്കും. ഇറ്റ് മൈറ്റ് ബി ലൈക്ക് പ്രസൻറ്റ് ഇൻ എ ഡിസ്റ്റൻറ്റ് പ്ലേസ്, ഒരു കുറച്ച് ദൂരത്തായിരിക്കും ഇതിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ നോഡിൻ്റെ റേഞ്ചിന് പുറത്തായിരിക്കും. ഓക്കെ, മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക, റേഞ്ചിന് പുറത്തായിരിക്കും. സോ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് സെൻസർ നെറ്റ്വർക്ക് സെൻഡ് ദിസ് ഡേറ്റ ടു ദ സെൻട്രൽ സ്റ്റേഷൻ ത്രൂ അനദർ മീഡിയം, മറ്റൊരു മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യും, ത്രൂ അനദർ മീഡിയം. ആൻഡ് ദിസ് മീഡിയം ഈസ് കോൾഡ് ബാക്ക്ഹോൾ. ഈ മീഡിയത്തിന് പറയുന്ന പേരാണ് ബാക്ക്ഹോൾ. So backhaul is actually what? It is actually a collection of nodes, collection of links between a central hub, അല്ലെങ്കിൽ it is between a main or a core network and sub network, between a core network and sub network.
അതായത് ഇവിടെ ഈ സെൻസേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്, പല പല സെൻസേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സെൻസേഴ്സിൽ നിന്നൊക്കെയുള്ള ഡേറ്റയെ നമ്മളൊരു കോർ നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്റ്റേഷനിലേക്ക് അയക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് എന്ത്, ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ കളക്ഷൻ ഓഫ് ലിങ്ക്സ് ബിറ്റ്വീൻ എ കോർ നെറ്റ്വർക്ക് ആൻഡ് എ സബ് ലെയർ ഓർ സബ് നെറ്റ്വർക്ക്. ഒരു സബ് നെറ്റ്വർക്കും കോർ നെറ്റ്വർക്കും തമ്മിലുള്ള ഒരു കളക്ഷൻ ഓഫ് ലിങ്ക്സ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു മീഡിയമാണ് എന്ത്, ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗേറ്റ് വേ? സോ ഗേറ്റ് വേ ഈസ് ആക്ച്വലി ഇൻ ചാർജ് ഓഫ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻ്റർമീഡിയം കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ഇൻ്റർമീഡിയം കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലൂടെ കയറിയല്ലേ പോകുന്നത്. സോ ഗേറ്റ് വേ ഈസ് ആക്ച്വലി ഇൻ ചാർജ് ഓഫ് ദിസ് ഇൻ്റർമീഡിയം കമ്മ്യൂണിക്കേഷൻ. ചാർജ് ഓഫ് ദിസ് ഇൻ്റർമീഡിയം കമ്മ്യൂണിക്കേഷൻ. ഈ ഇൻ്റർമീഡിയം കമ്മ്യൂണിക്കേഷൻ്റെ ചാർജ് വഹിക്കുന്ന ഡിവൈസാണ് ഇറ്റ് ഈസ് കോൾഡ് ദി ഗേറ്റ് വേ. അപ്പം ഈ ഒരു ബാക്ക് ഹോൾ കണക്ഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ വയർലെസ് ടെക്നോളജി കോൾഡ് DSRC അല്ലെങ്കിൽ ഡെഡ്യൂസ്ഡ് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഡെഡ്യൂസ്ഡ് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഇതെന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ചിലേക്ക് മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് DSRC എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി ദ ചോയ്സ് ഓഫ് ദി ബാക്ക് ഹോൾ നെറ്റ്വർക്ക്, അതായത് ഈ പറയുന്ന ബാക്ക് ഹോളിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതായത് പല പല ലിങ്ക്സിലൂടെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ പറയുന്ന കോർ നെറ്റ്വർക്കിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക് ഹോൾ നെറ്റ്വർക്കിന് ഒരു ആർക്കിടെക്ചർ ഉണ്ടാവില്ലേ? ഓക്കെ, ആർക്കിടെക്ചർ ഉണ്ടാവില്ലേ? അത് കണക്ട് ചെയ്യുന്നതിനൊരു ടെക്നോളജി ആവശ്യമല്ലേ? ഓക്കെ, ആ ടെക്നോളജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ് ആൻഡ് ദ സെൻട്രൽ ഹബ്. ഈ സെൻട്രൽ സ്റ്റേഷനും നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്, ദി ടെക്നോളജി ദാറ്റ് വി യൂസ് ഫോർ ബാക്ക് ഹോൾ. ബാക്ക് ഹോളിന് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പം എൻവയോൺമെൻറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ, ഇഫ് ദ എൻവയോൺമെൻറ്റ് സ്റ്റേബിൾ ദെൻ വി യൂസ് ഈതർനെറ്റ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇറ്റ്സ് എ വയേർഡ് ടെക്നോളജി, റൈറ്റ്? എൻവയോൺമെൻറ്റ് സ്റ്റേബിൾ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു എൻവയോൺമെൻ്റ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് മോഷൻ്റെ ആവശ്യമില്ല. ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് നമുക്ക് ഈതർനെറ്റ് ഉപയോഗിക്കാം. പക്ഷേ അൺസ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു യൂസ് സം വയർലെസ് ടെക്നോളജി. വൺ സച്ച് വയർലെസ് ടെക്നോളജി ഈസ് വൈഫൈ. അപ്പം ഇതിന് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു യൂസ് ഓപ്പൺ മൈൻസിലൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ വയേർഡ് ടെക്നോളജീസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ വി ആർ യൂസിങ് വയർലെസ് ടെക്നോളജീസ് ലൈക്ക് വൈഫൈ. ഈ ടോപ്പോളജി, അതായത് ഈ പറയുന്ന ബാക്ക് ഹോൾ നെറ്റ്വർക്കിന് ഒരു ടോപ്പോളജി ഉണ്ടായിരിക്കില്ലേ? ആ ടോപ്പോളജി യൂഷ്വലി മെഷ് ടോപ്പോളജി ആയിരിക്കും. ഓക്കെ, and as the distance between the node and between the nodes അല്ലെങ്കിൽ between the node and the central hub increases, throughput decreases. throughput എന്ത് ചെയ്യും? കുറയും. Okay, so that is the second layer or called the gateways and backhaul sublayer. Okay, next അടുത്ത ലെയർ എന്ന് പറയുന്നത് it is called the network transport sublayer. സോ നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് സബ് ലെയർ ആണ് നമ്മുടെ അടുത്ത ലെയർ എന്ന് പറയുന്നത്. സോ നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് സബ് ലെയറിന് ഇറ്റ് ഹാസ് ഗോട്ട് എ കണക്ഷൻ സ്ട്രക്ചർ. ഈ നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് സബ് ലെയറിനകത്ത് വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ട്രാൻസ്പോർട്ടിങ് പാക്കറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിലൂടെ പാക്കറ്റ്സിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ടോപ്പോളജി ഡിഫൈൻ ചെയ്തു. രണ്ടാമത്തേന് നമ്മൾ എന്തുമായിരുന്നു ചെയ്തത്? രണ്ടാമത്തേന് നമ്മൾ എന്ത് ചെയ്തത്? ഗേറ്റ് വേസും ബാക്ക് ഹോൾസും ഉപയോഗിച്ചിട്ട് നമ്മുടെ നെറ്റ്വർക്കിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്തു? നമ്മൾ ഗേറ്റ് വേയുമായിട്ട് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വി ആർ ആക്ച്വലി ട്രൈങ് ടു ട്രാൻസ്പോർട്ട് ഡേറ്റ ഫ്രം നോഡ് ടു നോഡ്. ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദർ ആർ ആക്ച്വലി 3 മെയിൻ സ്ട്രക്ചേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് പിയർ ടു പിയർ കണക്ഷൻ. അതായത് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ സ്മാർട്ട് മീറ്റർ നെറ്റ്വർക്കാണെന്ന് വിചാരിച്ചോളൂ. അതിനകത്ത് ഒരു മീറ്റർ മറ്റൊരു മീറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വി കോൾ ഇറ്റ് ആസ് പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ.
നെക്സ്റ്റ് വി ആർ കോൾഡ് പോയിൻ്റ് ടു പോയിൻ്റ് കമ്മ്യൂണിക്കേഷൻ. പോയിൻ്റ് ടു പോയിൻ്റ് കമ്മ്യൂണിക്കേഷൻ അത് ചെയ്യുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു മീറ്റർ ഇറ്റ് ഈസ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എ ഹെഡ് എൻഡ് മീറ്റർ. ഒരു ഹെഡ്, ഒരു മെയിൻ മീറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയും? പോയിൻ്റ് ടു പോയിൻ്റ്. അതായത് ഒരെണ്ണത്തിനകത്തോട്ട്. ഇനി പോയിൻ്റ് ടു മൾട്ടി പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് പോയിൻ്റ് ടു മൾട്ടി പോയിൻ്റ്. പോയിൻ്റ് ടു മൾട്ടി പോയിൻറ്റിനകത്ത് വരുന്നത് ഒരു നോഡ് ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെവറൽ അതർ നോഡ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് തിരിച്ചാന്ന് വെച്ചോ, അതായത് ഈ ഹെഡ് മീറ്ററിന് പല മീറ്റേഴ്സുമായിട്ട് സംസാരിക്കാം. സോ ദാറ്റ് ഈസ് കോൾഡ് എ പോയിൻ്റ് ടു മൾട്ടി പോയിൻ്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി വേറൊരെണ്ണമുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് യൂണികാസ്റ്റ് ആൻഡ് മൾട്ടികാസ്റ്റ്. യൂണികാസ്റ്റ് ആൻഡ് മൾട്ടികാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി സെൻഡിങ് മെസ്സേജ്. അതായത് നമ്മുടെ കയ്യിൽ നമ്മളൊരു നോഡിന് മെസ്സേജ് അയക്കുകയാണ്. അതൊരു നോഡിന് പർട്ടിക്കുലറായിട്ടാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. അതിനെ നമ്മൾ യൂണികാസ്റ്റ് എന്ന് പറയും. പക്ഷേ ഒരു സെറ്റ് ഓഫ് നോഡ്സിന് നമ്മൾ ഒരുമിച്ചാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ നമ്മളതിന് പറയും മൾട്ടികാസ്റ്റ് എന്ന് പറയും. ഉദാഹരണത്തിന് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നിട്ടില്ല, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ക്രോമാണെന്ന് വെച്ചോളൂ. നിങ്ങളുടെ ക്രോം ഔട്ട്ഡേറ്റഡ് ആണ്, അത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത് എന്താണ്? അത് യൂണികാസ്റ്റ് മെസ്സേജാണ്. പക്ഷേ സപ്പോസ് ഇപ്പം നമ്മുടെ പുതിയ ക്രോം വേർഷനിൽ ഒരു വലിയ ബഗ് ഉണ്ട്, അത് ഉടനെ മാറ്റണം. അപ്പോൾ എല്ലാ ക്രോം യൂസേഴ്സിനും നമ്മൾ മെസ്സേജ് അയക്കുന്നു, അപ്ഡേറ്റ് യുവർ ക്രോം ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. അതെന്ത് മെസ്സേജാണ്? ഇറ്റ് ഇസ് കോൾഡ് മൾട്ടികാസ്റ്റ് മെസ്സേജ്. അതാണ് നമ്മുടെ നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് വരുന്നത്. അപ്പം ഈ നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് ലെയറിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വി നീഡ് എ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. ഓക്കെ, ദിസ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഷുഡ് ഹാവ് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് നീഡ്സ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ആൻഡ് സ്റ്റാൻഡേർഡ് ബേസ്ഡ്. ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ ആൻഡ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ടു മൾട്ടിപ്പിൾ ടെക്നോളജീസ്. ഓക്കെ, ആൻഡ് മൾട്ടിപ്പിൾ മീഡിയ. ഓക്കെ, മൾട്ടിപ്പിൾ ടെക്നോളജീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ആൻഡ് മൾട്ടിപ്പിൾ മീഡിയ. പല ഇൻഡസ്ട്രികൾക്കും പല ആവശ്യങ്ങളായിരിക്കത്തില്ലേ, അതുപോലെ പല മീഡിയാസ് അല്ലേ അവർ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ ഓപ്പൺ ആയിരിക്കണം എന്ത്? നമ്മളുടെ നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ടിൽ. ഓക്കെ, ആൻഡ് ഇതിന് രണ്ട് മെയിനായിട്ട് നമുക്ക് ഉദ്ദേശങ്ങളുണ്ട്, രണ്ട് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സ്കെയിലബിലിറ്റി. സെക്യൂരിറ്റി. സ്കെയിലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, നമുക്ക് ഒരു നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 10,000s ഓഫ് നോഡ്സ് ഉണ്ടാവും, 10,000 നോഡ്സ് ഉണ്ടാവും. ഈ നോഡ്സിനെ ഒക്കെ നമ്മൾ ആ നെറ്റ്വർക്കിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യിക്കണ്ടേ? അപ്പോൾ എന്ത് വേണം? ആ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സ്കെയിലബിൾ ആയിരിക്കണം. സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നെറ്റ്വർക്കിൽ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഓഫ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി IP. ഓക്കെ, IP വി യൂഷ്വലി യൂസ് IP വേർഷൻ 640. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ. നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിൻ്റെ മുകളിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ IoTയിൽ മെയിനായിട്ട് രണ്ട് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, TCP അല്ലെങ്കിൽ UDP. സോ വി നോ ദാറ്റ് TCP എന്ന് പറയുന്നത് എന്തോ, ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ അല്ലേ. UDP എന്ന് പറയുന്നത് എന്തോ, ഇറ്റ് ഈസ് എ കണക്ഷൻ ലെസ് പ്രോട്ടോക്കോൾ. ഇത് നമ്മൾ TCP UDP പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്, നമ്മൾ വേറൊരു വീഡിയോയിലുണ്ട്. പക്ഷേ TCPയും UDPയുമാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ TCPയിലും UDPയിലും നമ്മൾ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, TCPയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് TLS/SSL ഉപയോഗിച്ചിട്ടും UDPയിൽ നമ്മൾ DTLS ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് സബ് ലെയർ. അടുത്തതെന്ന് പറയുന്നത് IoT നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സബ് ലെയറാണ്. സോ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സബ് ലെയറാണ് നമ്മുടെ നെക്സ്റ്റ് സബ് ലെയർ എന്ന് പറയുന്നത്. സോ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സബ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, നമുക്ക് നെറ്റ്വർക്കിനെ വെറുതെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടും നോഡ്സിനെ അതിനകത്ത് കണക്ട് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് നമുക്ക് എന്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്, നമുക്ക് അതിനകത്ത് ആ നെറ്റ്വർക്കിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ ഫ്രീക്വൻസി മാറ്റേണ്ടി വരും, അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്.
സോ അതിനൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ IP, TCP, UDP ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രിങ്ങിങ് കണക്ടിവിറ്റി ടു IoT നെറ്റ്വർക്ക്സ്. ഓക്കെ, so the upper layer protocols need to take care of the data transmission between the smart objects and the other objects. Okay, അതിന് വേണ്ടിയിട്ട് we have introduced multiple protocols created to IoT data communication problems. ഓക്കെ, അപ്പോൾ ഇതിനെ മെയിനായിട്ട് രണ്ട് മോഡിൽ അല്ലെങ്കിൽ രണ്ട് മോഡൽസ് ഓഫ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പർ ലെയർ പ്രോട്ടോകോൾസ് ഉണ്ട്. ദേ ആർ കോൾഡ്, ഫസ്റ്റ് വൺ ഈസ് കോൾഡ് പുഷ് മോഡൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് പുൾ മോഡൽ. സോ പുഷ് മോഡലിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻസർ. Okay, in the push model, what is we are doing is, it is actually the sensors that report at a regular interval. Okay, ഒരു പുഷ് മോഡലിൽ സെൻസർ എന്ത് ചെയ്യും, ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇറ്റ് റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഹബ് അല്ലെങ്കിൽ ടു ദ ആപ്ലിക്കേഷനിലേക്ക് സെൻസർ റിപ്പോർട്ട് ചെയ്യും. അത് ഇതാണ്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുക്കും. അതേസമയം പുൾ മോഡലിനകത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ചോദിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ചോദിക്കും എന്തേ ഡേറ്റ എന്ത് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ, ഇത് രണ്ടും കൂടെ ചേർത്തുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ പ്രോട്ടോക്കോൾ ഉപയോഗിക്കേണ്ടത് എന്നത് ഒരു ചോദ്യമാണ്. സോ വാട്ട് ഷുഡ് ബി ദ ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ വി മസ്റ്റ് യൂസ്? സം പീപ്പിൾ സജസ്റ്റ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. HTTP വേണം എന്ന് പറയാൻ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പം HTTPയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോൾ. ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരെണ്ണമാണ്. അത് നമുക്ക് യൂസ്ഫുള്ളാണ്. പക്ഷേ HTTPക്ക് ധാരാളം ഡ്രോബാക്സ് ഉണ്ട്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് HTTP ഈസ് എ ഫാറ്റ് പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് എ ഫാറ്റ് പ്രോട്ടോക്കോൾ. ഭയങ്കര ഹെഡർ സൈസ് കൂടുതലൊക്കെ ഉള്ള ഒരു പ്രോട്ടോക്കോളാണ് HTTP. ഓക്കെ, HTTP ഒരു ഫാറ്റ് പ്രോട്ടോക്കോളാണ്. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റിയലി യൂസ്ഫുൾ ഫോർ ദ കൺസ്ട്രെയിൻ നോട്ട്സ്. നമുക്കറിയാം നോട്ട്സിന് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് ലോ പവർ, ലോ മെമ്മറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള നോട്ട്സിന് ഇറ്റ് cannot really use. ഓക്കെ, these constrained environment, low power, low memory, low bandwidth, അല്ലെങ്കിൽ ഹൈ റേറ്റ് ഓഫ് പാക്കറ്റ് ഫെയിലിയർ, ഇതൊക്കെ ഉള്ളിടത്ത് നമുക്ക് HTTP ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു യൂസ് അതർ ആപ്ലിക്കേഷൻ ഫോർ ദിസ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമ്മൾ HTTP ബേസ്ഡ് ആയിട്ടുള്ള വെബ് ഡിറൈവ്ഡ് പ്രോട്ടോക്കോൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെബ് സോക്കറ്റ് എന്ന് പറയുന്നിട്ട് ഒരു protocol on it. WebSocket is actually based on, it's a part of HTML5 specification. Okay, അപ്പോൾ അത് ഒരു HTTP ബേസ്ഡ് പ്രോട്ടോക്കോളാണ്. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് XMPP or Extensible Messaging and Presence Protocol. XMPP എന്ന് വെച്ച് കഴിഞ്ഞാൽ XMPP it is based on instant messaging and presence. Okay, it allows the exchange of data between two or more systems and ഈ ഒന്നിലധികം സിസ്റ്റംസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. തന്നെയുമല്ല it supports publish, subscribe മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അതായത് നമ്മൾ കൊടുക്കുന്നു, അത് വാങ്ങിക്കുന്നു. അതായത് ചോദിക്കാതെ, അതായത് പുഷ് മോഡലല്ല, പകരം പുൾ മോഡലാണ്. വി ആർ ജസ്റ്റ് ഗിവിങ് ദ ഡേറ്റ. ഓക്കെ, അങ്ങനെ പബ്ലിഷ് സബ്സ്ക്രൈബ്, അത് ഈ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ നമ്മൾ പിന്നീട് പഠിക്കും. COAP MQTTയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അപ്പം കുറച്ചുകൂടെ മനസ്സിലാവും. സോ XMPP ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഹൗഎവർ ഈ XMPP ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ TCPയിൽ ബേസ് ചെയ്തിട്ടാണ് XMPP ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. അതുകൊണ്ട് തന്നെ XMPPയുടെ ഒരു വലിയ ഡ്രോബാക്കാണ് ഇറ്റ് ഹാസ് ടു മെയിൻറ്റെയിൻ സെഷൻ ആസ് ലോങ് ആസ് ബീയിങ് ട്രാൻസ്മിറ്റഡ്. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ സെഷനിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് XMPPക്കകത്ത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ഡ്രോബാക്ക് ഓഫ് XMPP. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസ് ഏതൊക്കെ വേണം എന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ 2 പ്രോട്ടോക്കോൾസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
COAPയും MQTT. COAP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. Okay, constrained application protocol. It is actually created by IETF. ഓക്കെ, IETF ആണ് നമ്മൾ IETFിൻ്റെ കൺസ്ട്രെയിൻഡ് റെസ്റ്റ്ഫുൾ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ CORE, കൺസ്ട്രെയിൻഡ് റെസ്റ്റ്ഫുൾ എൻവയോൺമെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പാണ് കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തേന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് MQTT അല്ലെങ്കിൽ മെസ്സേജ് ക്യൂ ടെലിമെട്രിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മെസ്സേജ് ക്യൂ ടെലിമെട്രിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി യൂസസ് ബ്രോക്കർ ബേസ്ഡ് ആർക്കിടെക്ചർ. ഈ പറയുന്ന MQTT ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബ്രോക്കർ ബേസ്ഡ് ആർക്കിടെക്ചർ. സോ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് COAP എന്ന് പറയുന്നത് ഒരു പുഷ് പ്രോട്ടോക്കോളാണ്. ജസ്റ്റ് പുഷ്, അതായത് എല്ലാ തവണയും ഡേറ്റയെ ചോദിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം MQTT ഈസ് എ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡൽ. ഓക്കെ, MQTT it is based on TCP while CAAP is based on UDP. MQTT TCP based ആണ്, അതായത് എന്തുവാണ്, ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ, ഒരു സെഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതേസമയം COAP എന്ന് പറയുന്നത് UDP ബേസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് തന്നെ ഇത് കണക്ഷൻ ഓറിയൻറ്റഡ് അല്ല, അതുകൊണ്ട് സെഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ രണ്ട് മെയിൻ പ്രോട്ടോക്കോൾസാണ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ കൺട്രോൾ ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, COAPയും MQTTയും. ഓക്കെ, അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫൈനൽ ലെയർ, ദാറ്റ് ഈസ് കോൾഡ് ദി ആപ്ലിക്കേഷൻ ലെയർ. നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിനെ കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. സോ ആപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ഇറ്റ് ഈസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദി ആപ്ലിക്കേഷൻസ്. സോ ദാറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ലെയർ. Application layer we are talking about the applications in this. There are actually two types of application. ഓക്കെ, ആപ്ലിക്കേഷൻസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഡേറ്റ കൊടുത്തു ശരിയല്ലേ, പക്ഷേ ആ ഡേറ്റയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കണ്ടേ, ആ ഡേറ്റയ്ക്ക് എന്തെങ്കിലും ഒരു യൂസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ ലെയറിൽ വി ഹാവ് ആപ്ലിക്കേഷൻസ്. രണ്ട് ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, അനലിറ്റിക് ആപ്ലിക്കേഷൻ ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻ. ഓക്കെ, അനലിറ്റിക് ആപ്ലിക്കേഷൻ ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻ. അനലിറ്റിക് ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യും. ഡേറ്റ അനാലിസിസ് ആണ് അനലിറ്റിക് ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ കളക്ട് ചെയ്ത ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് നിന്ന് ഇൻഫോർമേഷനെ എടുത്ത് ആ ഇൻഫോർമേഷനെ ഡിസ്പ്ലേ ചെയ്യുവാണ് അനലിറ്റിക് ആപ്ലിക്കേഷന് ചെയ്യുന്നത്. കൺട്രോൾ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺട്രോൾസ് ദ ബിഹേവിയർ ഓഫ് ദ സ്മാർട്ട് ഒബ്ജക്ട്സ്. സ്മാർട്ട് ഒബ്ജക്ട്സിൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നേരിട്ട് സ്മാർട്ട് ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ സ്മാർട്ട് ഒബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഒബ്ജക്ട്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. ഒരു കൺട്രോൾ സിസ്റ്റം ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിളാണ് സ്കാഡ. നമ്മൾ സ്കാഡയെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പം സ്കാഡ എന്ന് പറയുന്നത് സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ ആപ്ലിക്കേഷൻ. ഓക്കെ, സോ അതാണ് സ്കാഡ എന്ന് പറയുന്നത്. സോ സ്കാഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡെവലപ്ഡ് ആസ് എ യൂണിവേഴ്സൽ മെത്തേഡ് ഫോർ ആക്സസിങ് റിമോട്ട് സിസ്റ്റംസ്. ഈ റിമോട്ടായിട്ട് സിസ്റ്റത്തിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ RTUs അല്ലെങ്കിൽ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ്. ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കൺട്രോൾ ഈ സ്കാഡ ഉപയോഗിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ഹാവ് ടു ടൈപ്സ് ഓഫ് അനാലിസിസ്. നമ്മൾ പറഞ്ഞു അനലിറ്റിക് ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അനലിറ്റിക് ആപ്ലിക്കേഷൻസിൽ രണ്ട് ടൈപ്പ് അനാലിസിസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ഡേറ്റ അനാലിസിസ്. അതായത് നമ്മുടെ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുവാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനെ റിട്രീവ് ചെയ്യുവാണ് ഡേറ്റ അനാലിസിസിൽ ചെയ്യുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കില്ലേ,
ഓക്കെ, നമ്മുടെ കണക്ഷൻ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആ നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അതായത് അതിൻ്റെ ത്രൂപുട്ടിനെ മാറ്റുന്നു, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചൊക്കെ മാറ്റുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുന്നത്. സോ 2 അനാലിസിസ് ആണുള്ളത്, ഡേറ്റ അനാലിസിസും നെറ്റ്വർക്ക് അനാലിസിസും. ഓക്കെ, നമ്മൾ യൂഷ്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ടും കൂടെ ചേർത്താണ്. ഓക്കെ, ഡേറ്റ അനാലിസിസും നെറ്റ്വർക്ക് അനാലിസിസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി നെസസിറ്റി. നെറ്റ്വർക്ക് അനാലിസിസ് എല്ലാ സിസ്റ്റത്തിനകത്തും വേണം. പക്ഷേ ഡേറ്റ അനാലിസിസ് ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ബിസിനസ് ആപ്ലിക്കേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ അനാലിസിസ് ഉപയോഗിക്കുന്നത്. പക്ഷേ യൂഷ്വലി നമ്മൾ രണ്ടും കൂടിയാണ് ഉപയോഗിക്കുന്നത്. സോ അതാണ് നമ്മുടെ കോർ IoT ഫങ്ഷൻ സ്റ്റാക്ക്. കോർ IoT ഫങ്ഷൻ സ്റ്റാക്കിന് നമുക്കൊന്നുകൂടെ പറയാം. കോർ IoT ഫങ്ഷൻ സ്റ്റാക്കിന് 3 ബേസിക് ലെയേഴ്സ് ഉണ്ട്: ആപ്ലിക്കേഷൻ ലെയർ, നെറ്റ്വർക്ക് ലെയർ ആൻഡ് തിങ്സ് ലെയർ. അപ്പോൾ തിങ്സ് ലെയറിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് തിങ്സ്, സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞ നെറ്റ്വർക്ക് ലെയറാണ്. നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ പറഞ്ഞു 4 സബ് ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് സബ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ആക്സസ് കൺട്രോൾ നെറ്റ്വർക്ക് സബ് ലെയർ. ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് ഗേറ്റ് വേ ആൻഡ് ബാക്ക് ഹോൾ നെറ്റ്വർക്ക്. പിന്നെ നമ്മൾ പറഞ്ഞു ദർ ഈസ് ആക്ച്വലി നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് സബ് ലെയർ. ദെൻ ദർ ഈസ് എ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സബ് ലെയർ. ഇത്രയും സബ് ലെയേഴ്സാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ആക്സസ് കൺട്രോൾ നെറ്റ്വർക്കിനകത്ത് നമ്മൾ പറയുന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് റേഞ്ച്, ടോപ്പോളജി. റേഞ്ച് വെച്ചിട്ട് നമ്മൾ പാൻ, ഹാൻ, നാൻ, ഫാൻ എന്നിങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ടോപ്പോളജി വേസ്റ്റ് നമുക്ക് കൾച്ചേർഡ് സ്റ്റാർ, പിന്നെ വി ഹാവ് സംതിങ് കോൾഡ് ക്ലസ്റ്റേർഡ് സ്റ്റാർ, വി ഹാവ് മെഷ്. ഇത്രയും ടോപ്പോളജീസ് ആണ് ഉള്ളത്. നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന IP, TCP, UDP പ്രോട്ടോകോൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ലെയറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് COAP, MQTT. 2 ചെയ്യുന്നത്. ദെൻ വി ഹാവ് ആപ്ലിക്കേഷൻ ലെയർ. 2 ടൈപ്പ് ആപ്ലിക്കേഷൻ എന്തുണ്ടെന്ന് പറഞ്ഞു: അനലിറ്റിക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻ. ഓക്കെ, അനലിറ്റിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന 2 അനാലിസിസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡേറ്റ അനാലിസിസും ഉണ്ട്, നെറ്റ്വർക്ക് അനാലിസിസും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ കോർ ഫങ്ഷണൽ സ്റ്റാക്ക്, അതായത് സിംപ്ലിഫൈഡ് IoT ആർക്കിടെക്ചറിനകത്തെ കോർ ഫങ്ഷണൽ സ്റ്റാക്ക് വരുന്നു. അപ്പം സിംപ്ലിഫൈഡ് IoT ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഏതെങ്കിലും ഒരു ആർക്കിടെക്ചർ ഉറപ്പായിട്ടും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പം അതിനകത്ത് ഈ സിംപ്ലിഫൈഡ് IoT ആർക്കിടെക്ചർ എഴുതുവാണെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ സിംപ്ലിഫൈഡ് IoT ആർക്കിടെക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. പിന്നെ ഈ കോർ IoT ഫങ്ഷണൽ സ്റ്റാക്ക് എഴുതണം. ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് കമ്പ്യൂട്ട് സ്റ്റാക്കും വേണം. സോ താങ്ക് യു.